ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ വധക്കേസിലെ പ്രധാന പ്രതി നൌഷാദിനെ സൗദിയിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ പോലീസിന്റെ ശ്രമം തുടങ്ങി. DNA പരിശോധനാ ഫലം ലഭ്യമായാൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നൌഷാദും സംഘവും ബത്തേരി ബീനാച്ചിയിലുള്ള വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. പ്രതി നൌഷാദിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. മെഡിക്കൽ കോളേജ് പരിസരത്ത് പെൺസുഹൃത്തിനെ ഉപയോഗിച്ച് ഹേമചന്ദ്രനെ വിളിച്ചു വരുത്തിയാണ് തട്ടിക്കൊണ്ടുപോയത്. ഇതിനുശേഷം ബീനാച്ചിയിലെ വാടക വീട്ടിലെത്തിച്ചു മർദ്ദിച്ചു. ക്രൂരമർദ്ദനത്തെ തുടർന്നാണ് മരണം. ശേഷം ചേരമ്പാടി വനത്തിൽ കുഴിച്ചിടുകയായിരുന്നു. കേസ് വഴിതിരിച്ചുവിടാൻ പ്രതികൾ ശ്രമിച്ചെന്നും നൌഷാദുമായുള്ള സാമ്പത്തിക ഇടപാടാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും DCP അരുൺ കെ പവിത്രൻ. അവർ തന്ന വഴിപ്രകാരം സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ ഹേമേന്ദ്രന് ഒരുപാട് ഇത്തരത്തിൽ മുമ്പും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അദ്ദേഹം വീട് വിട്ടു പോയ സമയത്തേക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉള്ളതുണ്ടായിരുന്നു. സുൽത്താൻ ബത്തേരി ബീനാച്ചിയിലാണ് പ്രധാന പ്രതി നൌഷാദിന്റെ വീട്. ഇതിന് സമീപത്തുള്ള മറ്റൊരു വീട് നൌഷാദിനെ വിൽപ്പനയ്ക്കായി ഏൽപ്പിച്ചിരുന്നു. ഈ വീട്ടുകാർ മലപ്പുറത്തേക്ക് താമസം മാറി. ഈ വീട്ടിൽ വെച്ചാണ് മർദ്ദനവും കൊലപാതകവും നടന്നതെന്ന് പോലീസ് കണ്ടെത്തി. 3 മാസം മുൻപാണ് നൌഷാദ് വിദേശത്തേക്ക് കടന്നത്. ഇന്നലെയാണ് ഈ വിവരങ്ങൾ മനസ്സിലായതെന്ന് വീട്ടുകാർ 24-നോട് പറഞ്ഞു. മകളുടെ കുട്ടി പറഞ്ഞു, അമ്മാമേ ഈ ആളുടെ കണ്ട് തന്നെ മുഖപ്പേച്ചുള്ള ആളാണല്ലോ അമ്മാമേ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോഴും സംഭവം ശരിയാണ്. ബേഗൊക്കെ വലിയ 2-3 ബേഗൊക്കെ വിളിച്ച് പോകുന്നുണ്ട്. ഇല്ല, എന്നോട് പോകുകയെന്നല്ല പറഞ്ഞത്, അതിന് ഒന്നുകൂടെ പറഞ്ഞിരുന്നു, ഗൾഫിലേക്ക് പോകണം നിങ്ങളെ പറഞ്ഞിരുന്നു. ഊട്ടി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോഴിക്കോടെത്തിച്ച ഹേമേന്ദ്രന്റെ മൃതദേഹം DNA പരിശോധനയ്ക്ക് വിധേയമാക്കും. പരിശോധനാ ഫലം വന്ന ശേഷമേ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകൂ. കൊലപാതകത്തിൽ കർണാടകയിലെ ഗുണ്ടൽപേട്ട് കേന്ദ്രീകരിച്ച ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. 24 വയനാട്.